ഹായ് നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ യുദ്ധങ്ങളിലൂടെയാണ് കേട്ടോ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലൂടെയാണ്. ഒട്ടുമിക്ക PX എക്സാമിലും ഈ യുദ്ധങ്ങളിലൂടെ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ ഒറ്റ ക്വസ്റ്റ്യൻ ഒഴിവാത്ത രീതിയിൽ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ തുടങ്ങലാണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്ലാസി യുദ്ധം കേട്ടോ. പ്ലാസി യുദ്ധം. ഓക്കെ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ട സ്ഥലം ഏതാണ്? ഓക്കെ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ട സ്ഥലമാണ് ബംഗാൾ. ഓക്കെ, ബംഗാളാണ് ബംഗാൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ അധികാരത്തിന് അടിത്തറയിട്ട സ്ഥലം ബംഗാളാണ് ബംഗാൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം കേട്ടോ. പ്ലാസി യുദ്ധം. ഓക്കെ, ഒന്നും കൂടി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം. ഓക്കെ, പ്ലാസി യുദ്ധം നടന്നത് 1757 ജൂൺ 23 ഓർമ്മിച്ച് വെച്ചാൽ ഈ ക്വസ്റ്റൻ ഓർമ്മിക്കണേ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം. പ്ലാസി യുദ്ധം 1757 ജൂൺ 23. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ. പ്ലാസി യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? ഓക്കെ, പ്ലാസി യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷുകാരോട്. സിറാജ് ഉദ്ദൗളയും ബ്രിട്ടീഷുകാരുമാണ് 1757 ജൂൺ 23 പ്ലാസി യുദ്ധം നടന്നത്. ഓക്കെ, ഈ പ്ലാസി പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളാണ് പ്ലാസി. ഓക്കെ, പ്ലാസി പശ്ചിമ ബംഗാൾ. അതിൽ തന്നെ ആൻസർ ഉണ്ട്. പ്ലാസിൻ്റെ പശ്ചിമ ബംഗാളിൻ്റെ ഓക്കെ, പ്ലാസി പശ്ചിമ ബംഗാൾ. ഓക്കെ, സിറാജ് ഉദ്ദൗള എവിടുത്തെ ഭരണാധികാരിയായിരുന്നു? ഓക്കെ, എവിടുത്തെയാ? ബംഗാളിലാട്ടെ. ബംഗാളിലാണ്. സിറാജ് ഉദ്ദൗള എവിടുത്തെ ഭരണാധികാരിയായിരുന്നു? ബംഗാളിലാണ്. ബംഗാളിലെ. ഓക്കെ, സിറാജ് ഉദ്ദൗള എവിടുത്തെ ഭരണാധികാരിയായിരുന്നു? ബംഗാളിലെ. അടുത്ത ക്വസ്റ്റ്യൻ. 1756 ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി കൽക്കട്ട പിടിച്ചെടുത്തത് ആരാണ്? ഓക്കെ, 1756 ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി കൽക്കട്ട പിടിച്ചെടുത്തത് സിറാജ് ഉദ്ദൗളയാണ്. സിറാജ് ഉദ്ദൗളയാണ്. ഓക്കെ, അതായത് 1756 ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി കൽക്കട്ട പിടിച്ചെടുത്തത് സിറാജ് ഉദ്ദൗളയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിൽ തൊട്ടടുത്ത വർഷം 1757 ജനുവരി 2 കൽക്കട്ട തിരിച്ചു പിടിച്ചു. ആര്? റോബർട്ട് ക്ലൈവ് കേട്ടോ. സിറാജ് ഉദ്ദൗളയുടെ കയ്യിൽ നിന്ന് റോബർട്ട് ക്ലൈവ് 1757 ജനുവരി 2 തിരിച്ചു പിടിച്ചു. ഓക്കെ, കൽക്കട്ട തിരിച്ചു പിടിച്ചതിനെ തുടർന്ന് റോബർട്ട് ക്ലൈവും സിറാജ് ഉദ്ദൗളയും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതാണ്? ഓക്കെ, കൽക്കട്ട തിരിച്ചു പിടിച്ചതിനെ തുടർന്ന് റോബർട്ട് ക്ലൈവും സിറാജ് ഉദ്ദൗളയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് അലിനഗർ സന്ധി കേട്ടോ. അലിനഗർ സന്ധിയാണ്. അലിനഗർ സന്ധി. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, ഓർമ്മിച്ച് നോക്കണേ. അടുത്തത്, പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവം എന്താണ്? പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവം എന്താണ്? ഓക്കെ, ഇരുട്ടറ ദുരന്തം കേട്ടോ. ഇരുട്ടറ ദുരന്തമാണ് പ്ലാസി യുദ്ധത്തിന് കാരണമായ സംഭവം. എന്താണ് ഇരുട്ടറ ദുരന്തം? എന്താണ്? 1756. ഓക്കെ, 1756 ബംഗാളിലെ നവാബായ സിറാജ് ഉദ്ദൗള കൽക്കട്ട പിടിച്ചതിന് ശേഷം 146ഓളം വരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഇരുട്ടുമുറിയിൽ അടച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന സംഭവമാണ് ചരിത്രത്തിലെ ഇരുട്ടറ ദുരന്തം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇങ്ങനെ ഇരുട്ടറ ദുരന്തത്തിൽ മരിച്ചത് 123 ബ്രിട്ടീഷുകാരാണ്. 1 2 3 123 പേർ. ഓക്കെ, ഒന്നുകൂടി. 1756 ബംഗാളിൽ നവാബായിരുന്ന സിറാജ് ഉദ്ദൗള കൽക്കട്ട പിടിച്ചതിനെ തുടർന്ന് ബ്രിട്ടീഷുകാരായ പട്ടാളക്കാരെ ഇരുട്ടുമുറിയിൽ അടച്ച് ശ്വാസം മുട്ടിച്ച് കൊന്ന സംഭവമാണ് ഇരുട്ടറ ദുരന്തം. ഈ പ്ലാസി യുദ്ധത്തിന് കാരണമായത് ഇരുട്ടറ ദുരന്തമാണ്. ഓർമ്മിച്ച് വെച്ചോ. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യമാണ്. പ്ലാസി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ. പ്ലാസിൻ്റെ പശ്ചിമ ബംഗാളിൻ്റെ ഓക്കെ, പ്ലാസി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബക്സർ. ഓക്കെ, ബക്സർ സ്ഥിതി ചെയ്യുന്ന എവിടെയാ? അതും ഇതുപോലെ തന്നെ ആൻസർ എടുക്കുക. ബക്സറിൻ്റെ ബീഹാറിൻ്റെ ഓക്കെ, ബക്സർ ബീഹാർ. വേറൊരു ആൻസർ എടുക്കുക. ബക്സർ ബീഹാർ. അതായത് ബക്സറിൻ്റെ ബീഹാറിൻ്റെ ഓക്കെ, അതുപോലെ ബക്സറിൻ്റെ ബീഹാറിൻ്റെ ഓക്കെ, ബക്സർ ബീഹാർ, പ്ലാസി പശ്ചിമ ബംഗാൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സിറാജ് ഉദ്ദൗളയെ വഞ്ചിച്ച് ബ്രിട്ടീഷുകാരുടെ പക്ഷം ചേർന്ന അദ്ദേഹത്തിൻ്റെ സൈന്യാധിപൻ ആരാണ്? സിറാജ് ഉദ്ദൗളയെ വഞ്ചിച്ച് ബ്രിട്ടീഷുകാരുടെ പക്ഷം ചേർന്ന ഈ സിറാജ് ഉദ്ദൗളയുടെ സൈന്യാധിപനാണ് മിർ ജാഫർ. ഓക്കെ, പ്ലാസി യുദ്ധത്തിന് ബ്രിട്ടീഷ് സേനയെ നയിച്ചതാരാ? പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചതാരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഓക്കെ, പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് സേനയെ നയിച്ചത് റോബർട്ട് ക്ലൈവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്ലാസി യുദ്ധത്തെ തുടർന്ന് ബംഗാൾ നവാബായി ബ്രിട്ടീഷുകാർ അവരോധിച്ചത് ആരെയായിരിക്കും? പ്ലാസി യുദ്ധത്തെ തുടർന്ന് ബംഗാൾ നവാബായി ബ്രിട്ടീഷുകാർ അവതരിപ്പിച്ചത് ഓക്കെ മിർ ജാഫർ തന്നെയായിരിക്കും. മിർ ജാഫറെ. ഓക്കെ, പ്ലാസി യുദ്ധത്തെ തുടർന്ന്
ബംഗാൾ നവാബായി ബ്രിട്ടീഷുകാർ അവരോധിച്ചത് മിർ ജാഫറെ ആയിരിക്കും. കാരണം ഈ സിറാജുദ്ദൗളയെ ചതിക്കാൻ വേണ്ടിയിട്ട് മിർ ജാഫർ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്നു. അപ്പോൾ ഉറപ്പായിട്ടും സിറാജുദ്ദൗളയെ പരാജയപ്പെട്ട ശേഷം അവരെ സഹായിച്ച മിർ ജാഫർ ആയിരിക്കും ബ്രിട്ടീഷുകാർ അവരുടെ നവാബായി അവരോധിച്ചത്. ഓക്കെ, അതുകൊണ്ട് തന്നെ റോബർട്ട് ക്ലൈവിൻ്റെ, അതായത് ക്ലൈവിൻ്റെ കുറുക്കൻ എന്ന പേര് ലഭിച്ചതായിരിക്കാം മിർ ജാഫറിനാണ് കേട്ടോ. മിർ ജാഫറിനാണ് ക്ലൈവിൻ്റെ കുറുക്കൻ. ഓക്കെ, ക്ലൈവിൻ്റെ കുറുക്കൻ എന്ന പേര് പേര് കിട്ടിയത് മിർ ജാഫറിനാണ്. മിർ ജാഫർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യുദ്ധാനന്തരം, അതായത് പ്ലാസി യുദ്ധാനന്തരം ബ്രിട്ടീഷ് സൈന്യം പ്ലാസിയിൽ നടത്തിയ കവർച്ച ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓക്കെ, യുദ്ധാനന്തരം, ഓക്കെ, യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് സൈന്യം പ്ലാസിയിൽ നടത്തിയ കവർച്ച അറിയപ്പെടുന്നതെന്ന് എന്താ? പ്ലാസി പ്ലണ്ടർ കേട്ടോ, പ്ലാസി പ്ലണ്ടർ. ഓക്കെ, യുദ്ധാനന്തരം ബ്രിട്ടീഷ് സൈന്യം പ്ലാസിയിൽ നടത്തിയ കവർച്ച അറിയപ്പെടുന്നത് പ്ലാസി പ്ലണ്ടർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്ലാസി യുദ്ധസമയത്തെ മുഗൾ ചക്രവർത്തി ആരാ? പ്ലാസി യുദ്ധസമയത്തെ മുഗൾ ചക്രവർത്തി ആരാ? ഓക്കെ, അലംഗീർ രണ്ടാമനാണ്. അലംഗീർ രണ്ടാമൻ. ഓക്കെ, പ്ലാസി യുദ്ധസമയത്തെ മുഗൾ ചക്രവർത്തി അലംഗീർ രണ്ടാമൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, പ്ലാസി യുദ്ധം ഇത്രയേ ഉള്ളൂ, പഠിച്ചു നോക്കണം, എന്തായാലും വരും, ഏതെങ്കിലും ഒരു എക്സാമിനും വരും, നമുക്കും വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കെട്ടുറപ്പിക്കാൻ സഹായിച്ച യുദ്ധം ഏതാണ്? ഓക്കെ, ബക്സർ യുദ്ധം കേട്ടോ, ബക്സർ യുദ്ധമാണ്. അതായത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കെട്ടുറപ്പിക്കാൻ ആ ഒരു വാക്ക് ഓർമ്മിച്ചേ. ഈ അരക്കെട്ടുറപ്പിക്കാൻ എന്നുള്ള വാക്കുണ്ടെങ്കിൽ അത് ബക്സർ യുദ്ധമാണ്. ബക്സർ യുദ്ധം 1764 ഒക്ടോബർ 22 കേട്ടോ. 1764 ഒക്ടോബർ 22 ബക്സർ യുദ്ധം നടന്നത്. ഓക്കെ, ഇതും പ്ലാസി യുദ്ധം തമ്മിലെ ചെറിയ മാറ്റമുണ്ട്, ഞാൻ പറയാം. ഒന്ന്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം. ഓക്കെ, ഒന്ന് ഓർമ്മിച്ചോ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധമാണ് പ്ലാസി യുദ്ധം 1757 ജൂൺ 23. ഓക്കെ, ഇത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ ആധിപത്യം അരക്കെട്ടുറപ്പിക്കാൻ സഹായിച്ച യുദ്ധമാണ് ബക്സർ യുദ്ധം. 1764 ഒക്ടോബർ 22. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബക്സർ യുദ്ധസമയത്തെ ബംഗാളിലെ ഗവർണർ ആരാണ്? ഓക്കെ, ബക്സർ യുദ്ധസമയത്ത് ബംഗാളിലെ ഗവർണർ ആരാ? ഓക്കെ, ഹെൻറി വാൺ സ്റ്റാർട്ട് ആണ്. ഓക്കെ, ബക്സർ യുദ്ധസമയത്ത് ബംഗാളിലെ ഗവർണർ ഹെൻറി വാൺ സ്റ്റാർട്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ബക്സർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിലെ കുറേ ഭരണാധികാരികൾ പോരാടിയിട്ടുണ്ട്. മൂന്ന് ഭരണാധികാരികൾ പോരാടിയിട്ടുണ്ട്. അവരാരൊക്കെ നോക്കാം. ഓക്കെ, ബക്സർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഇന്ത്യയിലെ ഭരണാധികാരികളായിരുന്നു. ഒന്ന്, ബംഗാളിലെ നവാബായ മിർ കാസിം. ഓക്കെ, ഓർമ്മിച്ചേ. ഈ ബംഗാളിലെ നവാബ് എന്ന് ഓർമ്മിക്കേണ്ട, ഈ പേരങ്ങ് ഓർമ്മിച്ചേ, മിർ കാസിം. ഓക്കെ, ബംഗാളിലെ നവാബായ മിർ കാസിം. മുഗൾ രാജാവായ ഷാ ആലം രണ്ടാമൻ. ഓക്കെ, മുഗൾ രാജാവായ ഷാ ആലം രണ്ടാമൻ. അടുത്തത് ഔദിലെ നവാബായ ഷൂജ ഉദ്ദൗള. ഒന്നും കൂടെ ഓർമ്മിച്ചോ. മിർ കാസിം, ആലം ഷാ രണ്ടാമൻ, ഷൂജ ഉദ്ദൗള. ഇവർ മൂന്നാളാണ് ബക്സർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബക്സർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? ഓക്കെ, ബക്സർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി അലഹാബാദ് ഉടമ്പടിയാണ്. അലഹാബാദ് ഉടമ്പടി 1765 കേട്ടോ. ബക്സർ യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി അലഹാബാദ് ഉടമ്പടി 1765. ഓക്കെ, അലഹാബാദ് ഉടമ്പടി ഒപ്പുവെച്ച ബംഗാൾ ഗവർണർ ആരാ? അലഹാബാദ് ഉടമ്പടി ഒപ്പുവെച്ച ബംഗാൾ ഗവർണറാണ് റോബർട്ട് ക്ലൈവ് കേട്ടോ. റോബർട്ട് ക്ലൈവ് ആണ് അലഹാബാദ് ഉടമ്പടി ഒപ്പുവെച്ച ബംഗാൾ ഗവർണർ. റോബർട്ട് ക്ലൈവ്. ഓക്കെ, സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ. ഓക്കെ, യുദ്ധങ്ങൾ ഏതല്ല? 2 യുദ്ധമുണ്ട്, പ്ലാസി യുദ്ധവും ബക്സർ യുദ്ധവും. ഓക്കെ, ഓർമ്മിച്ച് വെച്ചാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധങ്ങൾ പ്ലാസി യുദ്ധം, ബക്സർ യുദ്ധം, 2 യുദ്ധങ്ങൾ. ഈ 2 യുദ്ധങ്ങളും കറക്റ്റായിട്ട് ഓർമ്മിച്ച് പഠിച്ചു വെച്ചോ, ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് മൈസൂർ യുദ്ധങ്ങളാണ്. ഓക്കെ, മൈസൂർ യുദ്ധങ്ങളെ പറ്റി പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ തെക്കേ ഇന്ത്യ. ഓക്കെ, തെക്കേ ഇന്ത്യയിൽ ഇംഗ്ലീഷ് എന്ന ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താൻമാരും നടത്തിയ യുദ്ധമാണ് മൈസൂർ യുദ്ധം. ഓക്കെ, മൈസൂർ യുദ്ധം എന്ന് പറഞ്ഞാൽ ദക്ഷിണേന്ത്യയിൽ, നമ്മുടെ തെക്കേ ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരും മൈസൂരിലെ സുൽത്താൻമാരും നടത്തിയ യുദ്ധങ്ങളാണ് മൈസൂർ യുദ്ധം. ഓക്കെ,
ദക്ഷിണേന്ത്യയിൽ ഇംഗ്ലീഷ് കമ്പനിക്ക് നേടേണ്ടി വന്ന പ്രഗത്ഭരായ ശക്തികളായിരുന്നു മൈസൂർ സുൽത്താൻമാർ. ഓക്കെ, ദക്ഷിണേന്ത്യയിൽ തെക്കേ ഇന്ത്യയിൽ ഇംഗ്ലീഷുകാർക്ക് ബ്രിട്ടീഷുകാർക്ക് നേടേണ്ടി വന്ന പ്രബല ശക്തിയാണ് മൈസൂർ സുൽത്താൻമാർ. ഓക്കെ, ഈ മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലായിരുന്നു മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാർ പ്രേരിപ്പിച്ചെന്ന് ചോദിച്ചാൽ, ഒന്ന് മൈസൂർ സുൽത്താൻമാരുടെ ആധിപത്യം. ഓക്കെ, മൈസൂർ സുൽത്താൻമാരുടെ ആധിപത്യം നമ്മുടെ മലബാറിൽ വരെ വ്യാപിച്ച് കിടക്കുന്നത് കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് മലബാറിൽ കച്ചവടത്തിന് തടസ്സം സൃഷ്ടിച്ചു. ഓക്കെ, അതായത് സംഭവിച്ചാൽ മൈസൂർ സുൽത്താൻമാരുടെ ആധിപത്യം, മൈസൂരിലെ സുൽത്താൻമാരുടെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിച്ച് കിടക്കുന്നത് ബ്രിട്ടീഷുകാർക്ക് മലബാറിലുണ്ടായിരുന്ന കച്ചവടത്തിന് പ്രതികൂലമായി ബാധിച്ചു. ഓക്കെ, ഒന്നത്. രണ്ടാമത് ഈ ഫ്രഞ്ചുകാരുമായിട്ട്, അന്നേരം ഫ്രാൻസുകാരുമായിട്ട് ടിപ്പുവിനുണ്ടായ സൗഹൃദം ഫ്രഞ്ചുകാരുമായിട്ട് ടിപ്പുവിനുണ്ടായ സൗഹൃദമാണ് അവർ ദേഷ്യം പിടിപ്പിച്ചത്. അതായത് ഈ മൈസൂർ കീഴടക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച രണ്ട് ഘടകങ്ങൾ. ഓക്കെ, എല്ലാവർക്കും അറിയായിരിക്കും മൈസൂർ യുദ്ധങ്ങൾ നയിച്ച മൈസൂർ സുൽത്താൻമാർ ആരൊക്കെയായിരുന്നു ചോദിച്ചാൽ ഹൈദരാലിയും ടിപ്പു സുൽത്താനുമാണ്. ഓക്കെ, മൈസൂർ യുദ്ധങ്ങൾ നയിച്ച മൈസൂർ സുൽത്താൻമാർ ആരാണ്? ഹൈദരാലിയും ടിപ്പു സുൽത്താനുമാണ്. ഓക്കെ, ഹൈദരാലിക്ക് മുൻപ് മൈസൂർ ഭരിച്ച ഭരണാധികാരി ആരാണ്? മൈസൂർ ഭരിച്ച ഭരണാധികാരി ആരാ? കൃഷ്ണരാജ വോഡയാർ. ഓക്കെ, ഹൈദരാലിക്ക് മുൻപ് മൈസൂർ ഭരിച്ച ഭരണാധികാരി കൃഷ്ണരാജ വോഡയാർ. ഓക്കെ, ഇനി മൈസൂർ യുദ്ധം എന്ന് പറയുന്നത്. മൈസൂർ യുദ്ധം 4 മൈസൂർ യുദ്ധമുള്ള 4 എണ്ണം. ഓക്കെ, ഒന്നാം മൈസൂർ യുദ്ധം 1767 മുതൽ 1769 വരെയാണ്. ഓർമ്മിച്ചേ, ഒന്നാം മൈസൂർ യുദ്ധം നടന്ന കാലഘട്ടം 1767 മുതൽ 1769 വരെ. ഓക്കെ, ഒന്നാം മൈസൂർ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഒന്നാം മൈസൂർ യുദ്ധം ആയതുകൊണ്ട് ആരൊക്കെ തമ്മിലായിരിക്കും? ഹൈദരാലിയും ബ്രിട്ടീഷുകാരും. ഓക്കെ, ഹൈദരാലിയും ഇംഗ്ലീഷുകാരും ബ്രിട്ടീഷുകാരും. ഓക്കെ, ഒന്നാം മൈസൂർ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഹൈദരാലിയും ബ്രിട്ടീഷുകാരും. ആരാ ജയിച്ചത്? അതിൽ ഹൈദരാലിയാണ് ജയിച്ചത്. ഓക്കെ, ഹൈദരാലിയാണ് ജയിച്ചത്. ഓക്കെ, ഒന്നാം മൈസൂർ യുദ്ധം 1767-69 ഹൈദരാലിയും ബ്രിട്ടീഷുകാരാണ് യുദ്ധം നടത്തിയത്. അതിൽ വിജയിച്ചത് ഹൈദരാലിയാണ്. ഹൈദരാലി. ഓക്കെ, സെറ്റ്. അത്രയേ ഉള്ളൂ. ഒന്നാം മൈസൂർ അത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ ഇത്? രണ്ടാം മൈസൂർ യുദ്ധം. ഓക്കെ, രണ്ടാം മൈസൂർ യുദ്ധം 1780-84 കാലഘട്ടം കേട്ടോ. രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ കാലഘട്ടം 1780 മുതൽ 84 വരെ. ഓക്കെ, രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ കാലഘട്ടം 1780 മുതൽ 84 വരെ. ഓക്കെ, രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ മാഹി ആക്രമണം. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ മാഹി ആക്രമണമാണ് രണ്ടാം മൈസൂർ യുദ്ധത്തിന് കാരണം. ഓക്കെ, രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി പിടിച്ചെടുത്ത ഇംഗ്ലീഷ് പ്രദേശം ഏതാണ്? ഓക്കെ, രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി പിടിച്ചെടുത്ത ഇംഗ്ലീഷ് പ്രദേശമാണ് ആർക്കോട്ടാണ്. അതായത് രണ്ടാം മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി പിടിച്ചെടുത്ത ഇംഗ്ലീഷ് പ്രദേശമാണ് ആർക്കോട്ട്. ഓക്കെ, രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടം നയിച്ചത് ആരാ? അറിയായിരിക്കും എല്ലാവർക്കും. ഹൈദരാലിയാണ്. രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടം നയിച്ചത് ഹൈദരാലി. അങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടു 1782. ഓക്കെ, ഹൈദരാലി അന്തരിച്ചത് 1782. അതിനുശേഷം രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ രണ്ടാം ഘട്ടം ഹൈദരാലി മരണപ്പെട്ടതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള രണ്ടാം ഘട്ടം നയിച്ചത് ആരാ? ടിപ്പു സുൽത്താനാണ്. രണ്ടാം മൈസൂർ യുദ്ധത്തിൻ്റെ രണ്ടാം ഘട്ടം നയിച്ചത് ടിപ്പു സുൽത്താനാണ്. ഓക്കെ, അടുത്തത് മൂന്നാം മൈസൂർ യുദ്ധം കേട്ടോ. മൂന്നാം മൈസൂർ യുദ്ധം. ഓക്കെ, ഈ മൂന്നാം മൈസൂർ യുദ്ധം 1790-92 നടന്നത് കേട്ടോ. മൂന്നാം മൈസൂർ യുദ്ധം നടന്നത് കാലഘട്ടം 1790-92. ഓക്കെ, മൂന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ പ്രധാന കാരണം. ഓക്കെ, മൂന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ പ്രധാന കാരണം ടിപ്പുവിൻ്റെ തിരുവിതാംകൂർ ആക്രമണം കേട്ടോ. മൂന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ പ്രധാന കാരണം എന്താ ചോദിച്ചാൽ ടിപ്പുവിൻ്റെ തിരുവിതാംകൂർ ആക്രമണമാണ് മൂന്നാം മൈസൂർ യുദ്ധത്തിന് കാരണം. ഓക്കെ, മൂന്നാം മൈസൂർ യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഓക്കെ, മൂന്നാം മൈസൂർ യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാ? കോൺവാലിസ് പ്രഭുവാണ്. മൂന്നാം മൈസൂർ യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? കോൺവാലിസ് പ്രഭു. ഓക്കെ, കോൺവാലിസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ശ്രീരംഗപട്ടണം സന്ധിയുടെ ഫലമായി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശങ്ങൾ ഏതാണ്? ശ്രീരംഗപട്ടണ സന്ധിയുടെ ഫലമായി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശങ്ങളാണ്
മലബാർ ഉണ്ട്, മലബാർ. കുടക് ഉണ്ട്, കുടക് എന്ന് പറഞ്ഞാൽ കൂർഗ്. ഓക്കെ, കുടക് എന്ന് പറഞ്ഞാൽ കൂർഗാണ്. കുടക് ഉണ്ട്. ഡിണ്ടിഗൽ ഉണ്ട്, ഡിണ്ടിഗൽ. ബരാമഹൽ കേട്ടോ, ബരാമഹൽ. ഓക്കെ, ഒന്നുകൂടി പറയാം. ശ്രീരംഗപട്ടണ സന്ധിയുടെ ഫലമായി ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത പ്രദേശങ്ങളാണ് മലബാർ, കുടക്, ഡിണ്ടിഗൽ, ബരാമഹൽ കേട്ടോ, ബരാമഹൽ. ഓക്കെ, അടുത്തതാണ് നാലാം മൈസൂർ യുദ്ധം. ഓക്കെ, അവസാന മൈസൂർ യുദ്ധമാണ് നാലാം മൈസൂർ യുദ്ധം. ഓക്കെ, നാലാം മൈസൂർ യുദ്ധം നടന്ന വർഷം 1799. നാലാം മൈസൂർ യുദ്ധം നടന്ന വർഷം 1799. ഓക്കെ, നാലാം മൈസൂർ യുദ്ധ സമയത്തെ ഗവർണർ ജനറൽ. ഓക്കെ, നാലാം മൈസൂർ യുദ്ധ സമയത്തെ ബ്രിട്ടീഷുകാരുടെ ഗവർണർ ജനറൽ ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി കേട്ടോ, റിച്ചാർഡ് വെല്ലസ്ലി മാറിപ്പോയത്. നാലാം മൈസൂർ യുദ്ധ സമയത്ത്, ഓക്കെ, നാലാം മൈസൂർ യുദ്ധ സമയത്തെ ഗവർണർ ജനറൽ ആരാണ്? റിച്ചാർഡ് വെല്ലസ്ലി. ഓക്കെ, ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ട മൈസൂർ യുദ്ധം ഏതാ? ഓക്കെ, ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ട മൈസൂർ യുദ്ധം നാലാം മൈസൂർ യുദ്ധം. ഹൈദരാലി കൊല്ലപ്പെട്ടത് രണ്ടാം മൈസൂർ യുദ്ധം. ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ടത് നാലാം മൈസൂർ യുദ്ധം. ഓക്കെ, ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ട യുദ്ധം നാലാം മൈസൂർ യുദ്ധമാണ് 1799 മെയ് 4. ഓക്കെ, ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ട യുദ്ധം നാലാം മൈസൂർ യുദ്ധമാണ് 1799 മെയ് 4. ഓക്കെ, നാലാം മൈസൂർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശം ഏതായിരിക്കും? മൈസൂരാണ്. മൈസൂരിന് വേണ്ടിയിട്ടില്ല ഇവർ അടികൂടിന്. ഓക്കെ, നാലാം മൈസൂർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശം ഓക്കെ ഏതാണ്? മൈസൂറാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്, അത് ഓർമ്മിച്ച് നോക്കണേ. അടുത്തത് നാലാം മൈസൂർ യുദ്ധ സമയത്തെ നാലാം മൈസൂർ യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? ഓക്കെ, നാലാം മൈസൂർ യുദ്ധ സമയത്തെ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ്? ഓക്കെ, ആർതർ വെല്ലസ്ലി. ഒന്നുകൂടി പറയാം. നാലാം മൈസൂർ യുദ്ധ സമയത്ത് നാലാം മൈസൂർ യുദ്ധ സമയത്ത് ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആർതർ വെല്ലസ്ലി. ഓക്കെ, നാലാം മൈസൂർ യുദ്ധകാലത്തെ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആർതർ വെല്ലസ്ലി. ഈ ആർതർ വെല്ലസ്ലി അറിയപ്പെടുന്ന ഒരു പേരാണ്, ഓർമ്മിച്ച് വെച്ചാൽ ഇത് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ കേട്ടോ. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആർതർ വെല്ലസ്ലിയാണ്. ഓർമ്മിച്ചോ, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓക്കെ, ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആർതർ വെല്ലസ്ലി. ഓക്കെ, മൈസൂർ യുദ്ധം 4 മൈസൂർ യുദ്ധം പറഞ്ഞു. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഒന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധി. ഓക്കെ, ഒന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധിയാണ് മദ്രാസ് ഉടമ്പടി കേട്ടോ. മദ്രാസ് ഉടമ്പടിയാണ് 1769 മദ്രാസ് ഉടമ്പടി. എന്നോട് പറയാം, ഒന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധിയാണ് മദ്രാസ് ഉടമ്പടി 1769. ഓക്കെ, രണ്ടാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധി ഏതാ? രണ്ടാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധിയാണ് മംഗലാപുരം സന്ധി കേട്ടോ. മംഗലാപുരം സന്ധിയാണ് 1784 മംഗലാപുരം സന്ധി. ഓക്കെ, മൂന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി കേട്ടോ. ശ്രീരംഗപട്ടണം സന്ധി 1792. ഓക്കെ, 3 സന്ധികളാണ്. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധി മദ്രാസ് ഉടമ്പടി 1769. ഓക്കെ, ഒന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധിയാണ് മദ്രാസ് ഉടമ്പടി 1769. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധി മംഗലാപുര സന്ധി 1784. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധി ശ്രീരംഗപട്ടണം സന്ധി 1792. ഓക്കെ, അടുത്തത് കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, ഒന്ന് ഓർമ്മിച്ച് വെച്ചേ. ഓക്കെ, മൈസൂർ കടുവ ഷേർ ഇ മൈസൂർ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? ഓർമ്മിച്ചേ, മൈസൂർ കടുവ അതായത് ഷേർ ഇ മൈസൂർ എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താനാണ്. എല്ലാവർക്കും അറിയായിരിക്കും. ഓർമ്മിച്ചോ, ടിപ്പു സുൽത്താൻ. ഓക്കെ, ടിപ്പുവിൻ്റെ തലസ്ഥാനം ഏതാണ്? ടിപ്പുവിൻ്റെ തലസ്ഥാനം ശ്രീരംഗപട്ടണമാണ്. പരീക്ഷയ്ക്ക് ലിസാനം കാണലുണ്ട്, ഓർമ്മിക്കണേ. ടിപ്പുവിൻ്റെ തലസ്ഥാനം ശ്രീരംഗപട്ടണം. ഓക്കെ, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കും ഇത്. റിപ്പബ്ലിക് എന്ന ആശയം നടപ്പിലാക്കിയ ജാക്കോബിയന്മാരിൽ ആകർഷനായി ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്മരണാർത്ഥം സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിയൻ ക്ലബ്ബിൽ അംഗമാവുകയും ചെയ്ത ഭരണാധികാരി ആരാണ്? ഇത് ചോദിക്കുക, ഇത് മുന്നേ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കും. ഓക്കെ, റിപ്പബ്ലിക് എന്ന ആശയം നടപ്പിലാക്കിയ ജാക്കോബിയന്മാരിൽ ആകർഷനായിട്ട് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്മരണാർത്ഥം സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിയൻ ക്ലബ്ബിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ആരാണ്? ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ. ഓക്കെ, സ്വാതന്ത്ര്യത്തിൻ്റെ മരത്തിൻ്റെ മറ്റ് പേരുകൾ. ഓക്കെ,
സ്വാതന്ത്ര്യത്തിൻ്റെ മരത്തിൻ്റെ മറ്റു പേരുകളാണ് ജാക്കോബിയൻ ട്രീ കേട്ടോ, ജാക്കോബിയൻ ട്രീയും ലിബർട്ടി ട്രീയും കേട്ടോ, ലിബർട്ടി ട്രീയും. ഓക്കെ, സ്വാതന്ത്ര്യത്തിൻ്റെ മരത്തിൻ്റെ മറ്റു പേരുകൾ. ഓക്കെ, ജാക്കോബിയൻ ട്രീ. ഓക്കെ, ജാക്കോബിയൻ ട്രീയും ലിബർട്ടി ട്രീ കേട്ടോ, ലിബർട്ടി ട്രീ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീരംഗപട്ടണത്തിൽ ശ്രീരംഗപട്ടണത്തിൽ ഫ്രഞ്ച് പതാക നാട്ടാൻ അനുവാദം നൽകിയ സുൽത്താൻ ആര്? ഇത്രയും പറയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയായിരിക്കും അതാരാണ്. ഓക്കെ, ശ്രീരംഗപട്ടണത്തിൽ ഫ്രഞ്ച് പതാക നാട്ടാൻ അനുവാദം നൽകിയ സുൽത്താനാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനാണ് ടിപ്പു സുൽത്താൻ. ഓക്കെ, അടുത്തത് സിറ്റിസൺ ടിപ്പു. ഓക്കെ, സിറ്റിസൺ ടിപ്പു. ഓക്കെ, പൗരനായ ടിപ്പു എന്ന് സ്വയം വിശേഷിപ്പിച്ചതാരാ? അതിൽ തന്നെ ആൻസർ ഉണ്ട്, ടിപ്പു സുൽത്താൻ തന്നെ. ഓക്കെ, സിറ്റിസൺ ടിപ്പു. ഓക്കെ, സിറ്റിസൺ ടിപ്പു അതായത് പൗരനായ ടിപ്പു എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ടിപ്പു സുൽത്താൻ തന്നെയാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി, ഇത് ഓർമ്മിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചോദ്യം. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരി ആരാണ്? ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായി റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരി ആരാ? ഓക്കെ, ടിപ്പു സുൽത്താൻ തന്നെയാണ്, ടിപ്പു സുൽത്താനാണ്. ഓക്കെ, ഓർമ്മിച്ചോ, ഇന്ത്യയിൽ തന്നെ ആദ്യമായി റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ ടിപ്പു സുൽത്താൻ തന്നെയാണ്. ഓക്കെ, അടുത്തത് റോക്കറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ടിപ്പു സുൽത്താൻ്റെ കൃതി ഏതാണ്? ഓർമ്മിക്കണേ, ഈ പറയുന്നെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഓർമ്മിച്ചേ, എല്ലാം പഠിച്ചും വെച്ചോ, ഓർമ്മിക്കല്ല പഠിച്ചോ. റോക്കറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ടിപ്പു സുൽത്താൻ്റെ കൃതിയാണ് ഫത്തുൽ മുജാഹിദീൻ കേട്ടോ, ഫത്തുൽ മുജാഹിദീൻ. ഒന്നുകൂടി, റോക്കറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ടിപ്പു സുൽത്താൻ്റെ കൃതി ഏതാണ്? ഓക്കെ, ഫത്തുൽ മുജാഹിദീൻ. ഓക്കെ, ഫത്തുൽ മുജാഹിദീൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ബാംഗ്ലൂരിലെ ലാൽബാഗിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ആരാണ്? ഓക്കെ, ബാംഗ്ലൂരിലെ ലാൽബാഗിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഹൈദരാലിയാണ്, ഹൈദരാലി. ഓക്കെ, ബാംഗ്ലൂരിലെ ലാൽബാഗിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഹൈദരാലിയാണ്, ഹൈദരാലി. ഓക്കെ, ലാൽബാഗിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ടിപ്പു സുൽത്താനാണ്. ലാൽബാഗിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ടിപ്പു സുൽത്താനാണ്. ഓക്കെ, ലാൽബാഗിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ടിപ്പു സുൽത്താനാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ടിപ്പു സുൽത്താൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ടിപ്പു സുൽത്താൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓക്കെ, മൈസൂർ കേട്ടോ, മൈസൂരാണ്. ശ്രീരംഗപട്ടണത്താണ് മൈസൂർ. ഓക്കെ, ടിപ്പു സുൽത്താൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന സ്ഥലം മൈസൂരാണ്, മൈസൂർ. ഓക്കെ, മൈസൂർ, ശ്രീരംഗപട്ടണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുവാനാണ് ഹൈദരാലി ജനിച്ചത്. ടിപ്പു ആകട്ടെ അങ്ങനെയൊന്നും നഷ്ടപ്പെടാനും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ചരിത്രകാരൻ ആരാണ്? എന്നോട് പറയാം, ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുവാനാണ് ഹൈദരാലി ജനിച്ചത്, ടിപ്പു ആകട്ടെ അങ്ങനെയൊന്നും നഷ്ടപ്പെടാനും എന്നിങ്ങനെ അഭിപ്രായപ്പെട്ട ചരിത്രകാരനാണ് ഓക്കെ മാർക്ക് വിൽസ് ആണ്. ഓക്കെ, മാർക്ക് വിൽസ്. അടുത്തത് ജീവിതം. ഓക്കെ, അടുത്തതും ഒരു ചൊല്ലാണ് ജീവിതം. ഓക്കെ, ജീവിതം മുഴുവൻ ആടിനെ പോലെ ജീവിക്കാതെ ഒരു ദിവസമെങ്കിലും സിംഹത്തെ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? ഓക്കെ, ജീവിതം മുഴുവൻ ഒരാടിനെ പോലെ ജീവിക്കാതെ ഒരു ദിവസമെങ്കിലും സിംഹത്തെ പോലെ ജീവിക്കണമെന്ന് പറഞ്ഞത് ടിപ്പു സുൽത്താനാണ് കേട്ടോ. ടിപ്പു സുൽത്താനാണ് പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ടിപ്പു സുൽത്താൻ്റെ മലബാറിലെ പ്രാദേശിക തലസ്ഥാനമായി കരുതപ്പെടുന്ന പട്ടണം ഏതാണ്? ടിപ്പു സുൽത്താൻ്റെ മലബാറിലെ പ്രാദേശിക തലസ്ഥാനമായി കരുതപ്പെടുന്ന പട്ടണം ഏതാണ്? ഓക്കെ, ഫറോക്ക് പട്ടണം. ഓക്കെ, ടിപ്പു സുൽത്താൻ്റെ മലബാറിലെ പ്രാദേശിക തലസ്ഥാനം. ഓക്കെ, മലബാറിലെ പ്രാദേശിക തലസ്ഥാനമായി അറിയപ്പെടുന്ന പട്ടണമാണ് ഫറോക്ക് പട്ടണം കേട്ടോ. ഫറോക്ക് പട്ടണം. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത യുദ്ധമാണ്. ഇപ്പം പറഞ്ഞ കാര്യം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർമ്മ വെക്കണേ. കുറേ ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത കാര്യം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, ചോദിക്കാൻ ചാൻസ് ഇല്ലാത്തല്ല ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ആംഗ്ലോ മറാത്ത യുദ്ധം കേട്ടോ. ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. ഓക്കെ, ആംഗ്ലോ മറാത്ത യുദ്ധമാണ് അടുത്തത്. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കുക. ഓക്കെ, ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്ന വർഷം. ഓക്കെ, ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്ന വർഷം 1775 1782 ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്ന വർഷം 1775 1782. ഓക്കെ, കാരണം ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൻ്റെ കാരണം ഓക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് മറാത്തയുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെട്ടതാണ് ഒന്നാം മറാത്ത യുദ്ധത്തിന് കാരണം. ഓക്കെ, ഒന്നാം മറാത്ത യുദ്ധത്തിന് കാരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് മറാത്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടതാണ് കാരണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധസമയത്തെ ബംഗാൾ ഗവർണർ ജനറൽ ആരാണ്? ഓക്കെ, ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധസമയത്തെ ബംഗാൾ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ്. ഓക്കെ, ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധസമയത്തെ ബംഗാൾ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടിരുന്നു. ഓർമ്മിച്ചേ, ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്ന വർഷം 1803, 1805. ഓക്കെ, രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്ന വർഷം 1803 മുതൽ 1805 വരെ. ഓക്കെ, മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്ന കാലഘട്ടം 1817 മുതൽ 19 വരെ കേട്ടോ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം നടന്ന കാലഘട്ടം 1817 മുതൽ 1819 വരെ. ഓക്കെ, ഈ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണം എന്തായിരുന്നു? മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവസാന പേഷ്വായ ബാജിറാവു II ബ്രിട്ടീഷുകാരുടെ മുന്നിൽ കീഴടങ്ങിയത് കൊണ്ട് മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിച്ചത്. അതായത് മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൻ്റെ കാലഘട്ടം 1817 മുതൽ 19 വരെ പറഞ്ഞു. ആ കാലഘട്ടത്തിൽ 19 മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണം എന്താണ്? അവസാന പേഷ്വായ ബാജിറാവു II ബ്രിട്ടീഷുകാരുടെ മുന്നിൽ കീഴടങ്ങിയത് കൊണ്ട് മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിച്ചു. ഓക്കെ, മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശം ഏതാണ്? മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശം ഏതാ? പൂനെയാണ് കേട്ടോ. പൂനെയാണ് മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശമാണ് പൂനെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ്? ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് സാൽബായ് സന്ധി. ഓക്കെ, 1782 സാൽബായ് സന്ധിയാണ് ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി. സാൽബായ് സന്ധി 1782. ഓക്കെ, അടുത്തത് രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ്? രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് രാജ്ഘട്ട് സന്ധി കേട്ടോ. രാജ്ഘട്ട് സന്ധി 1805. രാജ്ഘട്ട് സന്ധി 1805. ഓക്കെ, രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി രാജ്ഘട്ട് സന്ധി 1805. ഓക്കെ, മറാത്ത യുദ്ധങ്ങൾ അത്രയേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞാലും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം ഒന്ന് ഓർമ്മിച്ച് പഠിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് ആംഗ്ലോ സിഖ് യുദ്ധമാണ്. ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ. ഓക്കെ, ബ്രിട്ടീഷുകാരും സിഖുകാരും, അതിൽ തന്നെ ആൻസർ ഉണ്ട്. ബ്രിട്ടീഷുകാരും സിഖുകാരും തമ്മിൽ 1745 മുതൽ 49 കാലഘട്ടത്തിൽ നടത്തിയ യുദ്ധമാണ് ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ. ഓക്കെ, ഒന്നുകൂടി ബ്രിട്ടീഷുകാരും സിഖുകാരും തമ്മിൽ 1845 മുതൽ 1849 വരെ കാലഘട്ടത്തിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ സിഖ് യുദ്ധം. ഓക്കെ, ആംഗ്ലോ സിഖ് യുദ്ധം. ഓക്കെ, ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം നടന്ന കാലഘട്ടം, ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ കാലഘട്ടം 1845-46 45-46. ഓക്കെ, ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ കാലഘട്ടം 1845-46. ഓക്കെ, ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാണ്? ഓക്കെ, ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ലാഹോർ സന്ധിയാണ്. ലാഹോർ സന്ധി 1846. ഓക്കെ, ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ലാഹോർ സന്ധി 1846. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ കാലഘട്ടം രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ കാലഘട്ടം 1848-49. 1848-49 രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൻ്റെ കാലഘട്ടം. ഈ ആംഗ്ലോ സിഖ് യുദ്ധം നിങ്ങൾ ചോദിച്ച് കണ്ടുവരുന്നില്ല, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുമ്പോൾ പറയണമെന്ന് കരുതി പറഞ്ഞതാണ്. ഓർമ്മിച്ച് വെക്കുമെന്ന് ജസ്റ്റ്. ഓക്കെ, അടുത്ത കുറച്ച് പ്രധാന യുദ്ധങ്ങളാണ്. ഇതിൻ്റെ വർഷം ഓർമ്മിച്ച് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ചേരുമ്പടി ചേർക്കാനുണ്ടാവുക. എല്ലാ എക്സാമിനും ഉണ്ടാവും. അതായത് പാനിപ്പത്ത് യുദ്ധം ചേരുമ്പടി ചേർക്കാൻ, പ്ലാസി യുദ്ധം ചേരുമ്പടി ചേർക്കാൻ, ബക്സർ യുദ്ധം ചേരുമ്പടി ചേർക്കാൻ, ഇതുപോലെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ്റെ യുദ്ധങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അത് വർഷം എപ്പോഴാണെന്ന് നോക്കിയിട്ട് ചേരുമ്പടി ചേർക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് വരും ഈ സാധനം. അതുകൊണ്ട് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, കുറച്ച് യുദ്ധങ്ങളുണ്ട്, അത് ഞാൻ വർഷം പറയാം. ഓക്കെ, ഒന്നാം തറയിൻ യുദ്ധം. ഓക്കെ, ഒന്നാം തറയിൻ യുദ്ധം 1191. ഓക്കെ, AD 1191. അതിൽ തന്നെ ആൻസർ ഉണ്ട്. ഒന്നാം തറയിൻ യുദ്ധം ഒന്നല്ലേ? ഒന്നാം തറയിൻ യുദ്ധം 1191 കേട്ടോ. ഒന്നാം തറയിൻ യുദ്ധം എല്ലാം ഒന്നെ വരുന്നുണ്ട് 1191. ഓക്കെ, 1191. അടുത്തത് രണ്ടാം തറയിൻ യുദ്ധം. അതിൽ തന്നെ ആൻസർ ഉണ്ട്. രണ്ടാം തറയിൻ യുദ്ധം 1192. ഓക്കെ, രണ്ടാം തറയിൻ യുദ്ധം AD 1192. രണ്ടാം തറയിൻ യുദ്ധം 92. ഒന്നാം തറയിൻ യുദ്ധം 91. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നാം പാനിപ്പത്ത് യുദ്ധം.
ഓക്കെ, ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധം നടന്നത് 1526 ഓർമ്മിച്ചേ. ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526. രണ്ടാം പാനിപ്പത്ത് യുദ്ധം ഓക്കെ, രണ്ടാം പാനിപ്പത്ത് യുദ്ധം 1556 കേട്ടോ. ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526, രണ്ടാം പാനിപ്പത്ത് യുദ്ധം 1556 56. മൂന്നാം പാനിപ്പത്ത് യുദ്ധം ഓക്കെ, മൂന്നാം പാനിപ്പത്ത് യുദ്ധം 1761 ഓക്കെ, മൂന്നാം പാനിപ്പത്ത് യുദ്ധം 1761 ഇത് ഓർമ്മിക്കണേ. ഒന്നുകൂടി പറയാം. ഒന്നാം തറയിൻ യുദ്ധം AD 1191, രണ്ടാം തറയിൻ യുദ്ധം AD 1192, ഒന്നാം പാനിപ്പത്ത് യുദ്ധം 1526 ഓക്കെ, രണ്ടാം പാനിപ്പത്ത് യുദ്ധം 1556, മൂന്നാം പാനിപ്പത്ത് യുദ്ധം 1761 ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കന്വ യുദ്ധം ഓക്കെ, കന്വ യുദ്ധം 1527 1527 ഓക്കെ, കന്വ യുദ്ധം 1527 ഓക്കെ, കന്വ യുദ്ധം 1527 1527 ഓക്കെ, കന്വ യുദ്ധം 1527. ചൗസ യുദ്ധം ഓക്കെ, ചൗസ യുദ്ധം 1539 ചൗസ യുദ്ധം 1539 ഓക്കെ, ചൗസ യുദ്ധം 1539 ഓക്കെ. അടുത്തത് കനൗജ് യുദ്ധം ഓക്കെ, കനൗജ് യുദ്ധം കനൗജ് യുദ്ധം 1540 കനൗജ് യുദ്ധം 1540 ഓക്കെ, കനൗജ് യുദ്ധം 1540 കനൗജ് യുദ്ധം 1540 ഓക്കെ. അടുത്ത ഓർമ്മിക്കണേ, അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. തളിക്കോട്ട യുദ്ധം ഓക്കെ, തളിക്കോട്ട യുദ്ധം നടന്നപ്പോഴാണ്? തളിക്കോട്ട യുദ്ധം നടന്നത് 1565 തളിക്കോട്ട യുദ്ധം നടന്നത് 1565 തളിക്കോട്ട യുദ്ധം നടന്നത് ഓക്കെ, തളിക്കോട്ട യുദ്ധം 1565 ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹാൽഡിഘട്ട് യുദ്ധം ഓക്കെ, ഹാൽഡിഘട്ട് യുദ്ധം നടന്നപ്പോഴാണ്? ഹാൽഡിഘട്ട് യുദ്ധം നടന്നത് 1576 കേട്ടോ, ഹാൽഡിഘട്ട് യുദ്ധം നടന്നത് 1576 ഓക്കെ, ഹാൽഡിഘട്ട് യുദ്ധം 1576. അടുത്തത് കർണാൽ യുദ്ധം ഓക്കെ, കർണാൽ യുദ്ധം 1739 കേട്ടോ, 1739 കർണാൽ യുദ്ധം നടന്നത്. കർണാൽ യുദ്ധം 1739 ഓക്കെ, കർണാൽ യുദ്ധം 1739. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഓർമ്മിക്കാതെ ഒരാളും എക്സാമിന് പോറ് ഇവരെ ഇത് ഓർമ്മിക്കാതെ ഈ വീഡിയോ കണ്ട് കഴിയുക കേട്ടോ. ഇത് ഈ വീഡിയോ കണ്ട് കഴിയുമ്പോൾ ഇത് നിങ്ങൾ ഓർമ്മിച്ചിരിക്കണേ. പ്ലാസി യുദ്ധം നടന്ന വർഷം എപ്പോഴാണ്? പ്ലാസി യുദ്ധം നടന്ന വർഷം ഓക്കെ, പ്ലാസി യുദ്ധം നടന്നത് 1757 ഓക്കെ, 1757 1757 പ്ലാസി യുദ്ധം ഓക്കെ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് ബക്സർ യുദ്ധം. ബക്സർ യുദ്ധം നടന്നപ്പോഴാണ്? ബക്സർ യുദ്ധം നടന്നത് 1764 ബക്സർ യുദ്ധം നടന്നത് 1764 ഓക്കെ. പ്ലാസി യുദ്ധം ഓർമ്മിച്ച, പ്ലാസി യുദ്ധം 1757 ബക്സർ യുദ്ധം 1764 ഓക്കെ. കർണാട്ടിക് യുദ്ധങ്ങൾ നമ്മൾ കർണാട്ടിക് യുദ്ധത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് ഓക്കെ. ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 മുതൽ 48 വരെ ഓക്കെ. ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 മുതൽ 48 വരെ മുന്നേ നമ്മൾ പറഞ്ഞതാണ്, കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധം 1748 മുതൽ 54 വരെയാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധം 1748 മുതൽ 54 വരെ ഓക്കെ. മൂന്നാം കർണാട്ടിക് യുദ്ധം 1758 മുതൽ 63 വരെയാണ്. മൂന്നാം കർണാട്ടിക് യുദ്ധം 1758 മുതൽ 63 വരെ ഓക്കെ. അടുത്തത് ഒന്നാം മൈസൂർ യുദ്ധം ഓക്കെ. ഒന്നാം മൈസൂർ യുദ്ധം ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒന്നാം മൈസൂർ യുദ്ധം 1767 മുതൽ 69 വരെ ഓക്കെ. ഒന്നാം മൈസൂർ യുദ്ധം 1767 മുതൽ 1769 വരെ ഓക്കെ. രണ്ടാം മൈസൂർ യുദ്ധം രണ്ടാം മൈസൂർ യുദ്ധം 1780 മുതൽ 84 വരെയാണ്. 1780 മുതൽ 84 വരെ ഓക്കെ. 1780 മുതൽ 84 വരെയാണ് രണ്ടാം മൈസൂർ യുദ്ധം ഓക്കെ. മൂന്നാം മൈസൂർ യുദ്ധം 1790 മുതൽ 92 വരെ ഓക്കെ. മൂന്നാം മൈസൂർ യുദ്ധം 1790 മുതൽ 92 വരെ ഓക്കെ, 92 വരെ. നാലാം മൈസൂർ യുദ്ധം 1799 നാലാം മൈസൂർ യുദ്ധം 1799 ഇപ്പം പറഞ്ഞതാണ് ഓക്കെ. അടുത്തത് ഒന്നാം ആംഗ്ലോ സിക്ക് യുദ്ധം ഓക്കെ. ഒന്നാം ആംഗ്ലോ സിക്ക് യുദ്ധം 1845-46 കേട്ടോ. ഒന്നാം ആംഗ്ലോ സിക്ക് യുദ്ധം 1845-46 കാലഘട്ടത്തിൽ. രണ്ടാം ആംഗ്ലോ സിക്ക് യുദ്ധം 48-49 കാലഘട്ടത്തിൽ കേട്ടോ. രണ്ടാം ആംഗ്ലോ സിക്ക് യുദ്ധം 1848-1849 കാലഘട്ടത്തിൽ ഓക്കെ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ യുദ്ധങ്ങൾ, ഇത്രയേ ഉള്ളൂ. ഈ വർഷങ്ങൾ എന്നാ പറഞ്ഞു ചോദിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഇത് ഉറപ്പായിട്ടും ചേരുമ്പടി ചേർക്കാമെന്നുള്ള സംഭവത്തിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കലുണ്ട്, നമുക്ക് LGSനും ചോദിക്കും, എല്ലാത്തിനും ചോദിക്കും ഓക്കെ. ഇത്രയും കുറച്ച് കാര്യങ്ങളായല്ലോ ഇന്ന്. സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ച് അധികാരമുണ്ട്. പക്ഷേങ്കിൽ ഇത് 2 പാർട്ടാക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഒറ്റപ്പാടിൽ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞിട്ട് തീർക്കേണ്ടിയിട്ടാണ് ചെയ്തത്. അല്ലെങ്കിൽ 2 ഭാഗമായിട്ട്
ഇന്നൊരു ദിവസം നാളെ ഒരു ദിവസമായിട്ട് ചെയ്യുക. പക്ഷേ അതിലും നല്ലത് ഒരു റൗണ്ടിൽ തന്നെ അടിച്ചങ്ങ് പോയി തീർക്കുന്ന നല്ല യുദ്ധങ്ങളുടെ എന്തായാലും മാർക്ക് വരുന്ന ഭാഗമാണ് ഈ യുദ്ധങ്ങൾ. അപ്പോൾ എല്ലാവരും പഠിച്ചെടുക്കുക. ബാക്കി ലൈവിൽ ഇതിൻ്റെ മുന്നത്തെ റിവിഷനായിട്ട് വരും. ഓക്കെ, ഞാൻ കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടാണ്, അതായത് 2 റാങ്ക് ഫയൽ ഉണ്ടാകുക, അതെല്ലാം ഞാൻ ഒഴിവാക്കിയിട്ട് എല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയുന്നത്. അത് നിങ്ങൾ പഠിച്ചെടുക്കുക. ഇതിൽ നിന്ന് ഒഴിവാക്കാൻ നോക്കരുത്. ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഒട്ടുമിക്കതും ഇമ്പോർട്ടൻ്റ് അല്ലോ, ഫുൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ഒഴിവാക്കാൻ എടുക്കരുത്. എല്ലാവരും പഠിച്ചെടുക്കുക. അപ്പോൾ വരുന്നില്ല, അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, എന്നാൽ ബൈ.